ചെറുപുഴയിൽ വീട് നഷ്ടപ്പെട്ട ഉന്നതിവാസി കഴിയുന്നത് കോൺക്രീറ്റ് പാലത്തിനടിയിൽ. സ്വന്തമായി ഉണ്ടായിരുന്ന വീട് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ഈ മനുഷ്യന് കോൺക്രീറ്റ് പാലത്തിന്റെ അടിയിൽ അന്തിയുറങ്ങേണ്ടി വരുന്നത്. ഉന്നതിവാസികൾക്കായി 10 വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് ആകട്ടെ പാതി വഴിയിൽ നിലച്ച മട്ടാണ്. ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് ഉന്നതിയിൽ താമസിക്കുന്ന കാണിക്കാരൻ കുഞ്ഞിരാമനാണ് മാസങ്ങളായി കോൺക്രീറ്റ് പാലത്തിനടിയിൽ അന്തിയുറങ്ങുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്ത് നിന്നും കർണാടക വനാതിർത്തിയിലേക്ക് പണിത പാലമാണ് ഇപ്പോൾ കുഞ്ഞിരാമന്റെ മേൽക്കൂര. ആറാട്ടുകടവ് ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ഈ കോൺക്രീറ്റ് പാലം കടന്ന് വനാതിർത്തിയിലൂടെ 3 കിലോമീറ്ററോളം സഞ്ചരിക്കണം. കുഞ്ഞിരാമൻ താമസിച്ചിരുന്ന ഷെഡ് കഴിഞ്ഞ മഴക്കാലത്ത് കാട്ടാന ആക്രമണത്തിൽ തകർന്നതോടെയാണ് കുഞ്ഞിരാമന്റെ കിടപ്പാടം ഇല്ലാതായത്. പിന്നീട് കുറച്ചുനാൾ കിലോമീറ്ററുകൾ അകലെയുള്ള ബന്ധുവീട്ടിലാണ് കുഞ്ഞിരാമൻ കഴിഞ്ഞിരുന്നത്. ആറാട്ടുകടവ് ഭാഗത്ത് പുഴയിൽ നിന്നും ഈറ്റ വെട്ടിയെടുത്ത് മുറമുണ്ടാക്കി വിറ്റാണ് കുഞ്ഞിരാമൻ നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്തുന്നത്. ഈറ്റ വെട്ടാനായി ദിവസവും ബന്ധുവീട്ടിൽ നിന്നും വന്നുപോകുന്നതിന് 150 രൂപയോളം ചെലവ് വരും. മുറമുണ്ടാക്കി വിറ്റാൽ പലപ്പോഴും ഈ തുക പോലും കിട്ടാറില്ല. ഇതോടെയാണ് കോൺക്രീറ്റ് പാലത്തിന്റെ അടിഭാഗത്തേക്ക് താമസം മാറ്റേണ്ടി വന്നതെന്ന് കുഞ്ഞിരാമൻ പറയുന്നു. നടക്കാൻ പറ്റില്ല, രാവിലെ വെയിൽ ഒപ്പിച്ചാൽ തീരെ പറ്റില്ല. അതുകൊണ്ടൊന്ന് ചുരണ്ട് വെയിലിനിട്ട് ഉടക്കി അതായത് പണി നടക്കുന്നു. അത് വിധാന കുത്തിപ്പൊളിച്ചാണ്. അതൊന്നും തുടങ്ങാൻ വീയോ 4 തൂണാലും നിൽക്കുന്ന വീടാണ്. എന്നെ മാത്രം ബാക്കിയെല്ലാം വിറ്റിയെല്ലാം വെച്ച് ഉള്ളതാണ്. അവര് പെരുങ്ങോത്തുള്ള അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ടില്ല. ചെറുക്കനൊരു പ്രാവശ്യം പറഞ്ഞു അത് പെരുങ്ങോത്തുനിന്ന് വന്ന് അന്വേഷിക്കും. മഴക്കാലമായാൽ വെള്ളം കയറുന്ന പ്രദേശമാണ് കാര്യങ്കോട് പുഴയോട് ചേർന്ന ആറാട്ടുകടവ് ഉന്നതി. ഒരു ഭാഗത്ത് പുഴയാണെങ്കിൽ മറുഭാഗത്ത് കർണാടക വനത്താൽ ചുറ്റപ്പെട്ടാണ് ഉന്നതിയുള്ളത്. ഒരിക്കൽ ഉന്നതിവാസിയായ ഗൃഹനാഥൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും മഴക്കാലത്ത് വെള്ളം കയറുന്നതിനാൽ ഉന്നതിയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് പതിവാകുകയും ചെയ്തതോടെ സർക്കാർ ഇവർക്കായി പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിലാണ് ഉന്നതിയിലെ 11 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. പുനരധിവാസ പദ്ധതി പ്രകാരം പെരിങ്ങോം വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്നും ഓരോരുത്തർക്കും 10 സെന്റ് സ്ഥലവും ട്രൈബൽ റിഹാബിലിറ്റേഷൻ ഡെവലപ്മെന്റ് മിഷനിൽ നിന്ന് വീട് നിർമ്മാണത്തിന് 6 ലക്ഷം രൂപയും അനുവദിച്ചു. പ്രദേശത്ത് കുടിവെള്ളമെത്തിക്കാൻ പി സന്തോഷ് കുമാർ എംപിയുടെ ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ വേറെയും ലഭ്യമാക്കി. 6 വീടുകളുടെ പണി പൂർത്തിയായെങ്കിലും ബാക്കിയുള്ളവ തറയിലും ഭിത്തി നിർമ്മാണത്തിലുമായി അവസാനിച്ചു. ഇതിലൊന്ന് കുഞ്ഞിരാമന്റെ വീടായിരുന്നു. ആറാട്ടുകടവ് ഉന്നതിവാസികളുടെ ദുരിത ജീവിതത്തിന്റെ നേർസാക്ഷ്യമാണ് കാണിക്കാരൻ കുഞ്ഞിരാമൻ. കുഞ്ഞിരാമന് സുരക്ഷിതമായ താമസ സൗകര്യം ലഭ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് മുൻ പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ CBM തോമസ് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇന്ന് കർണാടക കേരള അതിർത്തിയിൽ ഉള്ള കാര്യങ്കോട് പുഴയ്ക്ക് തീരത്തുള്ള ഈ പാലത്തിന്റെ കീഴിൽ അവിടെയാണ് ഇന്ന് അദ്ദേഹം താമസിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണിത്. കാരണം അദ്ദേഹത്തിന് പെരിങ്ങോത്ത് ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലവും സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടും കരാറുകാരന്റെ ഒരു അനാസ്ഥ മൂലം അദ്ദേഹത്തിന് അവിടെ വീട് പണി ഇന്ന് പൂർത്തിയാകാതിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏകദേശം 1 വർഷക്കാലമായി എന്ന് തോന്നുന്നു ആനയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടയാളാണ് ഈ വയോധികനായ കാണിക്കാരൻ കുഞ്ഞിരാമൻ. ആറാട്ടുകടവ് പുനരധിവാസ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ ഇവിടെ തുടരാൻ നിർബന്ധിതരായവരിൽ ഒരാൾ മാത്രമാണ് കാണിക്കാരൻ കുഞ്ഞിരാമൻ. ബാക്കിയുള്ളവരുടെ വീടുകളും വാസയോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുനരധിവാസ പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉന്നതിയിലുള്ള മറ്റുള്ളവരും കുഞ്ഞിരാമനെ പോലെ കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരായി മാറും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.